അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇഫ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്, അടുത്ത ചോദ്യം, വേർ ഡിഡ് ഗോഡ് എക്സിസ്റ്റ് ബിഫോർ ക്രിയേറ്റിംഗ് ദ യൂണിവേഴ്സ്? ഇതിന് ചോദ്യം മുമ്പ് പറഞ്ഞു തന്നെയാണ്. ദൈവം സ്വയംഭൂവാണ്, ദൈവത്തിന് പ്രത്യേക ഒരിടമില്ല. ദൈവം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു സവിശേഷത ആണല്ലോ, ദൈവം സർവ്വവ്യാപിയാണ്. നോ വിത്തൗട്ട് എനി ടൈം ആൻഡ് സ്പേസ്, ബിയോണ്ട് എവറി ടൈം എവറി സ്പേസ്. ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം സർവ്വജ്ഞാനിയാണ്, ദൈവം സർവ്വശക്തനാണ്, ദൈവം സ്വയംഭൂവാണ്. ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള സഭയുടെ നിർവചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവമുണ്ട്. ദൈവം നിത്യതയിലുള്ള ദൈവം ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചു. അതാണല്ലോ വചനം നമ്മോട് പറയുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവം നിത്യനാണ്, ദൈവത്തിന് ആദ്യവുമില്ല അന്ത്യവുമില്ല. അങ്ങനെയാണ് ദൈവം ആവില്ലല്ലോ. പക്ഷേ ആദ്യം അന്ത്യം അല്ലാത്ത നിത്യനായ ദൈവം ഇല്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിച്ചു. അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അടുത്തത് വന്നിരിക്കുന്നത്, വൈ ആർ ടീച്ചേഴ്സ് നോട്ട് അലൗവിങ് അസ് ടു വെയർ മോഡേൺ ഡ്രസ് ടു ചർച്ച്? ഇതൊരു ചോദ്യമാണ്. മാതാപിതാക്കളെയും കുട്ടികളെയും ഒരുപാട് അലട്ടുന്ന, പലർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കറിയാലോ, നമുക്കൊക്കെ പലതരത്തിൽ, ചിലരൊക്കെ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലും കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ആരെയെങ്കിലും പ്രിൻസിപ്പാളിനോട്, മാസ്റ്റർമാരോട് യൂണിഫോം ധരിച്ച് വരുന്ന ദിവസം ഞങ്ങൾ യൂണിഫോം ധരിച്ച് വരില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് വരുള്ളൂ എന്ന് പറയില്ലല്ലോ. കാരണം അത് ആ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആകാൻ അത്യാവശ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ നമ്മൾ പള്ളിയിലേക്ക് വരുന്ന ആരാധനയ്ക്കായിട്ടാണ് വരുന്നത്. അതൊരു സേക്രഡ് പ്ലേസാണ്. അതിൽ ആ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓരോ പലതരത്തിലുള്ള ഡ്രസ്സുകൾ വന്ന്, അരുതാത്തതും ഒരു തരത്തിലുള്ള മോഡസ്റ്റി ഇല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സ് വന്ന്, നമുക്കറിയാമല്ലോ, നമ്മൾ പള്ളിയിലേക്ക് എന്തിനാണ് വരുന്നത്? ഏകാഗ്രതയോടുകൂടി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സും നമ്മുടെ നടത്തവും നമ്മുടെ മറ്റു പല പരിപാടികളൊക്കെ അത് മറ്റുള്ളവർക്ക് ഒരു അരോചകത്വം ഉണ്ടാക്കരുത്, മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകരുത്, മറ്റുള്ളവർക്ക് പലവിചാരത്തിന് കാരണമാകരുത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആരാധനയ്ക്കല്ല വരുന്നത്. ആരാധനയ്ക്ക് വരുന്നിടത്ത് നമ്മൾ മോഡസ്റ്റ് ആയിരിക്കണം. നമ്മുടെ ശൈലിയും നമ്മുടെ വസ്ത്രധാരണമൊക്കെ മിതത്വമുള്ളതാകണം. ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ പ്രച്ഛന്നവേഷത്തിൽ വരാനുള്ളവരല്ല. അതൊക്കെ നമ്മൾ സ്റ്റേജിൽ പരിപാടി നടത്തുമ്പോൾ ഒക്കെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. നമ്മൾ വ്യക്തിപരമായിട്ട് അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ധാർമ്മികമായിട്ട് കുഴപ്പമില്ല, മാന്യമായിട്ട് വസ്ത്രധാരണമെന്ന് തോന്നുന്ന മനസാക്ഷി അനുസരിച്ച് ചെയ്യാം. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ഒരു സമൂഹമായിട്ട് ദൈവസന്നിധിയിലേക്ക് ആരാധനയ്ക്കും കുർബാനയ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഒരു അടക്കമൊതുക്കവും മോഡസ്റ്റിയും ഉണ്ടാകണം. അതുകൊണ്ടാണ് അച്ഛന്മാർ, കാറ്റീസം ടീച്ചേഴ്സൊക്കെ പറയുന്നത്, നിങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നല്ല അടക്കമൊതുക്കമുള്ള, നല്ല മോഡസ്റ്റി ആൾക്ക് തോന്നാവുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാത്ത രീതിയിലുള്ള വസ്ത്രധാരണവുമായിട്ട് വരണം എന്ന് സഭയും അതുപോലെ തന്നെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരും സന്യസ്തരും വിശ്വാസ പരിശീലകരൊക്കെ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ അതെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അവസാനമായിട്ട് എനിക്ക് വന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, വൈ ഈസ്റ്റർ ഡേറ്റ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്? നമുക്കറിയാം, ഈസ്റ്ററിൻ്റെ ഡേറ്റിനെ സംബന്ധിച്ച് അതിനൊരു ഒരു പാരമ്പര്യമുണ്ട്. യഹൂദന്മാരുടെ പെസഹ ആചരണവുമായി ബന്ധപ്പെട്ടാണല്ലോ കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ ഉണ്ടായത്. പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, അതൊക്കെ വന്നത് ആ വർഷത്തെ ഈശോയുടെ അല്ലെങ്കിൽ ജെറുസലേമിലെ പെസഹ തിരുനാളോട് ബന്ധപ്പെട്ടാണ്. യഹൂദന്മാർ പെസഹ തിരുനാൾ കൊണ്ടാടിയിരുന്നത് നീസാൻ മാസം 14 ശേഷമാണ്. അതനുസരിച്ച് തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യൻ പെസഹ അല്ലെങ്കിൽ വിശുദ്ധ വാരം നൂറ്റാണ്ടുകളായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും, നമ്മൾ ഓരോ വർഷത്തെ കലണ്ടർ നോക്കുകയാണെങ്കിൽ മാർച്ച് 21 മുമ്പും ഏപ്രിൽ 26 ശേഷവും ഒരിക്കലും ഈസ്റ്റർ ഉണ്ടാകില്ല. അതിനിടയ്ക്കാണ് സംഭവിക്കുക. അത് ചിലപ്പോൾ മാർച്ച് 21 ശേഷമുള്ള മാർച്ച് 26 ആകാം, അല്ലെങ്കിൽ ഏപ്രിൽ 26 വരെ ആകാം, ഏപ്രിൽ 7 ആകാം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഈ പ്രാവശ്യം ഏപ്രിൽ 20 അടുത്ത വർഷം ഏപ്രിൽ 20 ആണ്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിലാണ്
നീസാൻ മാസം കണക്ക് അങ്ങനെ. അപ്പം ആ ഒരു കോണ്ടസ്റ്റിലായിരുന്നല്ലോ കർത്താവിൻ്റെ അന്ത്യത്താഴം വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും പീഡാനുഭവവും കുരിശുമരണ ഉത്ഥാനമൊക്കെ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈസ്റ്ററിൻ്റെ ഡേറ്റ് മാറുന്നത്. അങ്ങനെയാണ് വന്നത്. അപ്പോൾ മാർച്ച് 21-നും ഏപ്രിൽ 26-നും ഇടയ്ക്കാണ് എപ്പോഴും ഏറ്റവും ലാസ്റ്റ് വരുന്നത്. മിക്കവാറും ഏപ്രിൽ 26-നാണ് അങ്ങനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാനദണ്ഡം ഉള്ളതുകൊണ്ടാണ് ഓരോ വർഷവും ഇങ്ങനെ മാറി മാറി ഈസ്റ്റർ വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പഠിക്കാനും സാധിച്ചിട്ടുള്ളത്. നിങ്ങളെന്നെ ശ്രമിച്ചതിനും ഈ ഒരു മാധ്യമ ശുശ്രൂഷയിലൂടെ ഡിഡാക്ക് എന്നുള്ള ടൈറ്റിലിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം കൊടുക്കാനും അത് കാണാനും കേൾക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഈശോയിലേക്കും സഭയിലേക്കും സഭാവിശ്വാസത്തിലേക്കും വചനത്തിലേക്കും കൂടുതൽ അടുക്കാനൊക്കെ നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിന് താല്പര്യത്തിനൊക്കെ അഭിനന്ദനങ്ങൾ. ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെന്നെ കേട്ടതിനും എല്ലാം. നമുക്കിനിയും കേൾക്കാൻ അവസരം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു വെരി മച്ച്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.